ഏവർക്കും നമസ്കാരം. അമൃതം രാമായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വാൽമീകി മഹർഷിയെയും നാരദ മഹർഷിയെയും എഴുത്തച്ഛനെയും ശാരിക പൈതലെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവർ പറഞ്ഞു തന്ന കാര്യങ്ങളിലൂടെ നമുക്ക് ശ്രീരാമചന്ദ്രൻ്റെ 66 ഗുണങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗുണങ്ങളെ മനസ്സിലാക്കുന്ന സമയത്ത് ആ ഗുണങ്ങളിൽ ഏതെല്ലാം എന്നിലുണ്ട് എന്ന് പറയാനും നമുക്ക് സാധിക്കണം. ആ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയുവാനും സാധിക്കുന്ന ഒരു സന്ദേശമായിരിക്കണം എന്ന് ഈ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് അതീവമായ ചിന്തയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് ഒരു ലെറ്ററിലൂടെയോ ഒരു മൊബൈൽ സന്ദേശത്തിലൂടെയോ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമാക്കുവാൻ, നിങ്ങളുടെ ഗുണങ്ങളെ നിങ്ങൾക്കറിയുന്ന രീതിയിൽ ടൈപ്പ് ചെയ്ത് നിങ്ങളൊന്ന് അയച്ചു തരാൻ സാധിക്കുക. അതും കൂടി ഈ സമയത്ത് നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. കാരണം കാളിദാസൻ പറയുന്നു, വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ആളാണ് ധീരൻ എന്ന്. അതിന് വികാരഹേതോ സതി വിക്രിയന്തേ യേശാംന ചേതാംസി തവ ഏവ ധീര എന്ന് കാളിദാസൻ നമ്മളോട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരും ധീരതയുള്ള ആൾക്കാരായി മാറണം. ധീരത എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നുണ്ട്, കവലപ്രസംഗങ്ങൾ ചെയ്ത് അതിൽ ഗംഭീരമായിട്ട് വാക്ചാതുര്യം കൊണ്ട് എല്ലാവരെയും ക്രൂശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ ഭാഷ ഉപയോഗിച്ചാൽ അദ്ദേഹമാണ് ധീരൻ. എന്താ അദ്ദേഹത്തിൻ്റെയൊക്കെ ധൈര്യം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്ന വികാരങ്ങളെ നിയന്ത്രിക്കുക, അതൊക്കെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ സംഘടനാ തലത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ രാമൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ, ആ ധീരൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ നിയന്ത്രിക്കാൻ സാധിക്കും, എല്ലാത്തിനെയും നിയന്ത്രിക്കാനും സാധിക്കുന്ന ആളായിട്ട് മാറാൻ സാധിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ദശരഥ മഹാരാജാവ് അയോധ്യ രാജ്യം ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ നമുക്കറിയാൻ സാധിക്കും. ഇന്ന് നമ്മൾ അഖണ്ഡ ഭാരതം എന്ന് പറയുമ്പോൾ തന്നെ പലരുടെയും മനസ്സിലേക്ക് കയറി വരുന്ന എന്താണ്? ഇത് ആരെല്ലാമോ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ്. ബാക്കി എല്ലാ രാജ്യക്കാരെയും നമുക്ക് നമ്മുടെ കൂടെ ചേർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രചോദനമാണ് എന്നെല്ലാം ചിന്തിക്കുന്ന സമയത്ത് വാൽമീകി രാമായണത്തിൽ കൃത്യമായി പറയുന്നു, ഭാരതത്തിൻ്റെ സമൃദ്ധിയെയും സംസ്കാരത്തെയും പറയുന്നതിലൂടെ അഖണ്ഡ ഭാരതം എന്താണെന്ന് നമുക്ക് ഇവിടെ ഈ ചിന്തനം ചെയ്യാം. കാരണം അയോധ്യയ്ക്ക് 12 യോജന നീളമുണ്ട്, 3 യോജന വീതിയുണ്ട്. അപ്പോൾ 12 യോജന പറയുമ്പോൾ പണ്ടൊക്കെ നമുക്ക് കോൽക്കണക്കൊക്കെയാണ് അറിയുക, അല്ലെങ്കിൽ ഇപ്പോൾ അടിക്കണക്കാണ് നമുക്കറിയാം. അപ്പോൾ ഇതേപോലെ തന്നെ യോജന കണക്ക് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഒരു യോജന 13 കിലോമീറ്റർ എന്നാണ്. 12 യോജനയാകുമ്പോൾ 150-ലധികം കിലോമീറ്റർ വിസ്താരമുള്ള ഭൂപ്രദേശമായിരുന്നു. 3 യോജന എന്ന് പറയുമ്പോൾ 45 കിലോമീറ്റർ വീതിയുള്ള അയോധ്യ രാജ്യത്തെ നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്പോൾ 12 യോജന നീളവും 3 യോജന വീതിയുമുള്ള അയോധ്യ രാജ്യത്തെ നമുക്ക് പഠിക്കാം. ഗംഭീരമായ കവാടങ്ങൾ അതിനകത്ത്, ഈ ചുറ്റുമുള്ള കവാടങ്ങൾ, എല്ലാവർക്കും വരാനുള്ള വഴികളെല്ലാം, പ്രവേശന വഴികളെല്ലാം ഗംഭീരമായിരുന്നു എന്ന് നമുക്കറിയാം. ഈ ഒരു ചിന്തനം വന്ന സമയത്താണ് പാലക്കാട് കോട്ടായി എന്ന് പറയുന്ന ചെമ്പൈ ഗ്രാമത്തിൻ്റെ അടുത്ത് കോട്ടായി എന്നൊരു സ്ഥലമുണ്ട്. ആദ്യം അതിനെ പറഞ്ഞിരുന്നത് കോട്ടവാതിൽ എന്നായിരുന്നു, കോട്ടവായി. അതിലൂടെ പ്രവേശനമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കോട്ടവാതിലായിട്ടാണ് പാലക്കാടിൻ്റെ അത് നമുക്ക് ചിത്രീകരിച്ചത്. പിന്നെ അവസാനം കോട്ടായി ആയി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഗംഭീരമായ പ്രവേശന വഴികളുണ്ടായിരുന്നു, ഗംഭീരമായ ചന്തകളുണ്ടായിരുന്നു. നല്ല പലവ്യഞ്ജന സാധനങ്ങൾ മുതൽ ഒട്ടനവധി
സാധനങ്ങൾ ലഭിക്കുന്ന ചന്തകൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, ആയുധ ശേഖരണങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ ടെക്നോളജി പോലെ ഏറ്റവും കൂടുതൽ മിഷനറീസ് ഉപയോഗിച്ചിരുന്നത്, യന്ത്രവൽകൃതമായ സംവിധാനം കൂടുതൽ ഉപയോഗിച്ചിരുന്നത് അയോധ്യയിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏറ്റവും നല്ല ശില്പികൾ നമുക്കുണ്ടായിരുന്നു. ആ ശില്പത്തിൻ്റെ കലാവിരുതുകൾ പ്രദർശിപ്പിക്കാനുള്ള പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു. വിദ്വാൻമാരുണ്ടായിരുന്നു. നേരത്തെ വിദ്വാനാണെന്ന് നമുക്ക് രാമായണനെ കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാം. അത്തരത്തിലുള്ള ശ്രേഷ്ഠരായ വിദ്വാൻമാരുള്ള സ്ഥലം ഉണ്ടായിരുന്നു. സൂതന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം ഒട്ടനവധി കേരളത്തിൽ ഒട്ടനവധി സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലുമെല്ലാം ഇന്ന് നാരായണീയം ഭാഗവതം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വായിക്കുന്ന, അതിനെ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ സൂതന്മാരുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം അവർ ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന സൂതന്മാരുണ്ടായിരുന്നു. വിദൂഷകന്മാരുണ്ടായിരുന്നു. മാളികകൾ, ഗംഭീരമായിട്ടുള്ള മാളികകൾ ഉണ്ടായിരുന്നു. കൊടിമരങ്ങളുണ്ടായിരുന്നു. നൂറുകണക്കിന് ശതഗ്നി ശതസങ്കുലം എന്ന് പറയുന്ന, അതായത് ഈ പറയുന്ന ആയുധം ഉണ്ടായിരുന്നു. അതായത് ഒരു ആയുധം അസ്ത്രം എയ്താൽ അത് 100 കണക്കിന്, ആയിരക്കണക്കിന് ഭാഗമായിട്ട് മാറുന്ന അസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശേഷിയുള്ള ആൾക്കാരുണ്ടായിരുന്നു. 100 പേരെ വധിക്കാൻ സാധിക്കുന്ന പീരങ്കി പോലത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ യുദ്ധസാമഗ്രികളുടെയും അതുപോലെ എല്ലാ സാമഗ്രികളും വിൽക്കാനുള്ളതും ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. കോട്ടകൾ, അതായത് പണ്ടൊക്കെ വീടുകൾ നമുക്കറിയാൻ സാധിക്കും. പാലക്കാട് തന്നെ വലിയൊരു കോട്ടയുണ്ട്. അത് ഇന്നും നമുക്കറിയുന്നത് ടിപ്പു സുൽത്താൻ്റെ പേരിലാണ്. പാലക്കാട്ടുശ്ശേരി രാജാവിൻ്റെ താവളമാക്കിയിരുന്ന ടിപ്പു ആണ് അത് ഉപയോഗിച്ചിരുന്നെങ്കിലും, പക്ഷേ അത് പാലക്കാട്ടുശ്ശേരി രാജാവാണ് പണിതത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാതെ ടിപ്പുവിൻ്റെ കോട്ടയായിട്ടാണ് നമുക്ക് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ, അതായത് നമ്മളെ ഉപദ്രവിച്ചവരെ പ്രകീർത്തിക്കാനാണ് നമുക്ക് എല്ലായ്പ്പോഴും സമയം കണ്ടെത്താൻ സാധിക്കുന്നത്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ ഇനിയും കാലക്രമേണ വേണ്ടി വരുമെന്ന് ചിന്തിക്കുന്നു. ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ അയോധ്യയിൽ ധാരാളം കോട്ടകളുണ്ടായിരുന്നു. കുതിരകൾ, പശുക്കൾ, ആട്, ഒട്ടകം എന്നീ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി മൃഗസംരക്ഷണം അവിടെ നടത്തിയിരുന്നു. അല്ലേ? നമുക്കൊക്കെ പണ്ട് വീടുകളിൽ പശുക്കളുണ്ടായിരുന്നു. അല്ലേ? അത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കുതിരകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമുക്കൊക്കെ ഇതിനൊക്കെ റൈഡിങ്ങിന് പോകാനോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ഉപയോഗിക്കുന്നത്. ഒട്ടകമുണ്ടായിരുന്നു, ആടുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. പിന്നെ സാമന്ത രാജാക്കന്മാർ, അതായത് ദശരഥന് കപ്പം കൊടുക്കാൻ വരുന്ന ആൾക്കാർ, അങ്ങനെയുള്ള മറ്റു രാജ്യക്കാർ വരെ ഇവിടെ വന്ന് താമസിക്കാനുള്ള ഒരു അഭിവൃദ്ധിയുള്ള സ്ഥലമായിരുന്നു. പല ദേശങ്ങളിൽ നിന്നും വന്ന കച്ചവടക്കാരെ താമസിപ്പിക്കാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെയധികം ശ്രേഷ്ഠമായ ദശരഥൻ ഭരിച്ചിരുന്ന ഭാരതദേശത്തെ നമുക്ക് ഒന്ന് കാണാൻ സാധിക്കും. അവിടെ ദേവലോകത്ത് ദേവേന്ദ്രൻ എങ്ങനെയാണോ ആ രാജ്യത്തെ സംരക്ഷിച്ചിരുന്നത്, അതേപോലെ തന്നെ ദശരഥൻ എന്തു ചെയ്തിരുന്നു? ആ രാജ്യത്തെ സമൃദ്ധിയും സമ്പത്തുമായി ഉണ്ടായിരുന്നു. നല്ല യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. ധനുർവിദ്യകൾ അഭ്യസിച്ചവർ ഉണ്ടായിരുന്നു. ഇവിടെയും നമുക്കറിയാം, ശ്രീരാമചന്ദ്രൻ 2 കൈകളാലും അസ്ത്രമയക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ധനുർവിദ്യ അഭ്യസിച്ചവർ കൈവേഗത, അതായത് അസ്ത്രം അയക്കാനുള്ള കൈവേഗത ഏറ്റവും കൂടുതലായിട്ട് പ്രാഗൽഭ്യമുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ അവിടെയും നമുക്ക് ആ ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ നമ്മുടെ സത്വത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാം. എന്താ കാരണം ചോദിച്ചാൽ, ഇവിടെ ഒറ്റയ്ക്ക് പോകുന്നവരെ വധിക്കാറില്ല. ഇപ്പം നമുക്ക് അങ്ങനെയല്ല.
ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാരാണ്, അവരുടെ കൂടെ ആരുമില്ല എന്ന് പറഞ്ഞാലാണ് അവരിൽ നിന്ന് തട്ടിപ്പറിക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് ഏഷണിക്കാരനാക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് ദേഷ്യപ്പെടുത്താനുള്ള ഒരു സ്വഭാവം നമ്മൾ കാണിച്ചു വരുന്നത് അല്ലേ. കൂടെ ആരുമില്ല എന്ന് പറയുമ്പോഴാണ് അവർക്കെതിരെ ചാടിക്കടിക്കാനൊക്കെ നമ്മൾ നോക്കുന്നത് അല്ലേ. അതേപോലെ ഇവിടെ യോദ്ധാക്കൾ, ധനുർവിദ്യ അഭ്യാസികൾ, കൈവഴക്കമുള്ള ശ്രേഷ്ഠന്മാരെല്ലാം ഉണ്ടായിട്ട് പോലും അവിടെ പാവപ്പെട്ടവനെയോ ഒറ്റയ്ക്ക് പോകുന്നവനെയോ കുടുംബത്തിൽ ആരുമില്ലാത്ത ആൾക്കാരെ പോലും ഉപദ്രവിക്കുമായിരുന്നില്ല. ചിന്തിക്കണം. ഒട്ടനവധി അനുഭവങ്ങൾ ഞങ്ങൾക്ക് വിളിച്ചു കേൾക്കാറുണ്ട്. ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ് ഞാൻ. സാന്ദീപിനി സാധനാലയം എന്ന് പറയുന്ന ഒരു പ്രവർത്തന മേഖല വെച്ചുകൊണ്ട് പാലക്കാടിൻ്റെ ഒരു പൈതൃകത്തെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ ഒട്ടനവധി ആൾക്കാർ വിളിക്കാറുണ്ട്. വീട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന ആൾ പൈസ ശമ്പളമായിട്ട് വാങ്ങുക മാത്രമല്ല, കടമായിട്ട് വാങ്ങുകയല്ല, അധികപ്പറ്റ് ഉണ്ടാക്കിയെടുത്ത് അത് തിരിച്ചെങ്ങാനും ചോദിച്ചാൽ ആ നിമിഷം ആ ഒരു യജമാനനോട് ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് തരുന്ന ആ ഗൃഹസ്ഥനോട് ദേഷ്യപ്പെട്ട് ആ ഗൃഹസ്ഥനെ വളരെ മോശമായി വാക്കുകൾ കൊണ്ട് സ്വന്തം കുടുംബത്തിലെ ആൾക്കാരെ വെച്ചുകൊണ്ട് വീട്ടിൻ്റെ ഉമ്മറത്ത് വന്ന് നിലവിളിക്കുന്ന ആൾക്കാർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഇത് മാറ്റിയെടുക്കാൻ അയോധ്യാധർമ്മം നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കണം. ഇവിടെ ഞാൻ പറഞ്ഞത് കുടുംബത്തിൽ ഒറ്റയ്ക്കുള്ള ആൾക്കാരെ ഉപദ്രവിക്കുന്ന സൈനിക ശ്രേഷ്ഠന്മാർ ഇല്ല. ശ്രേഷ്ഠരാണ് എങ്കിലും അവർ അവരുടെ ആയുധം ഉപയോഗിച്ചിരുന്നത് ശത്രുക്കളുടെ മേലെയാണ്. അതുകൊണ്ടാണ് അയോധ്യയിൽ യുദ്ധമുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അയോധ്യ നിർമ്മാണമാണ് അന്ന് നമുക്കുണ്ടായിരുന്നത്. അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന സങ്കല്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ പാവപ്പെട്ടവരെ ഉപദ്രവിക്കില്ല, വധിക്കാറില്ല എന്നെല്ലാം നമുക്ക് ഇവിടെ പറയണ്ടായി. വേട്ടയാടാൻ പോകുന്ന സമയത്ത്, കാട്ടിലേക്ക് വേട്ടയാടാൻ പോകുന്ന സമയത്ത് പോലും സിംഹം, പുലി, പന്നി തുടങ്ങിയിട്ടുള്ള മറ്റു സമൂഹത്തിന് ദോഷം വിധിക്കുന്ന ജീവജാലങ്ങളെ വധിക്കുമായിരുന്നു. പാവപ്പെട്ട ഒരു മൃഗങ്ങളെയും, മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത ഒരു മൃഗങ്ങളെയും വധിക്കാറില്ല എന്ന് നമുക്ക് അയോധ്യാധർമ്മത്തിലൂടെ, അയോധ്യയുടെ ഒരു ചരിത്രത്തിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. പിന്നെ ഇത് മാത്രമല്ല, ഹോമം ചെയ്യുന്ന ബ്രാഹ്മണ സജ്ജനങ്ങൾ ഒട്ടനവധി ഉണ്ടായിരുന്നു. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും വലിയ വിവാദത്തിലേക്ക് വരുന്ന കാലഘട്ടമാണ്. കാരണം പഠിച്ച് ശ്രേഷ്ഠനായ ആൾക്കാരെയാണ്, ബ്രാഹ്മണത്വം നിലനിർത്തുന്ന ആൾക്കാരെയാണ്, തപസ്സികളായ ആൾക്കാരെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇന്ന് നമുക്ക് അനുഭവിക്കുന്ന ജാതി വ്യത്യാസത്തിലൂടെയല്ല ബ്രാഹ്മണത്വം നമ്മൾ പറയാറുള്ളത്. അത് വളരെയധികം ശ്രദ്ധിക്കണം. ഹോമം ചെയ്യുന്ന ബ്രാഹ്മണന്മാർ ഉണ്ടായിരുന്നു, സജ്ജനങ്ങളുണ്ടായിരുന്നു, വേദാംഗങ്ങളെ, അതായത് എല്ലാ ഉപനിഷത്തുകളും വേദങ്ങളെയും ഗഹനമായി പഠിച്ച വിദ്വാൻമാരുണ്ടായിരുന്നു. ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. ദാനധർമ്മങ്ങൾ എങ്ങനെ വേണമെന്നാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ വരുന്ന ആൾക്കാരെ എങ്ങനെ മനസ്സിലാക്കണം? പറയാറുണ്ട് മുതിർന്ന ആൾക്കാർ, പണ്ടുള്ള ആൾക്കാർ നമ്മളോട് പറയാറുണ്ട്, പാത്രം അറിഞ്ഞു വേണം ദാനം കൊടുക്കാൻ. എന്തിനാണ് നമ്മൾ കൊടുക്കുന്ന പൈസ അവർ വിനിയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ദാനധർമ്മങ്ങൾ കൊടുത്താൽ മാത്രമേ നമ്മൾ കൊടുത്ത ദാനത്തിന് ശ്രേഷ്ഠതയുണ്ടാവൂ. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ ക്ഷേത്ര പരിസരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഭിക്ഷ യാചിക്കുന്ന ആൾക്കാരുള്ളത്. നമ്മൾ സാധാരണ ഭാഷയിൽ പറയും പിച്ചക്കാരാ എന്നുള്ളത്. അവരെ കുറ്റപ്പെടുത്തുകയോ അവരെ മോശമായി ചെയ്യുകയല്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയ അല്ലെങ്കിൽ ക്ഷേത്രത്തിന് വേണ്ടി ദക്ഷിണാസമർപ്പണം നടത്താനോ അവിടെ പുഷ്പാഞ്ജലിയോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി എടുത്തു വെച്ച പൈസ, അതായത് അത് എടുത്ത് ഇവിടുത്തെ ഭിക്ഷ യാചിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തു എങ്കിൽ ക്ഷേത്രത്തിൽ പിന്നെ വരുമാനമുള്ളത് കൊണ്ട് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, തൊഴുത് വന്നാൽ മതി എന്ന് ചിന്തിച്ച് ക്ഷേത്രത്തിലേക്ക് മാറ്റിവെച്ച പൈസ ആ വരുന്ന ഭിക്ഷക്കാർക്കാണ് കൊടുക്കുന്നതെങ്കിൽ
ആ പൈസയുടെ മൂല്യം ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കാം. 100 രൂപയാണെങ്കിൽ ആ 100 രൂപയായിരിക്കും നമ്മളിവിടെ ദാനധർമ്മങ്ങൾ ചെയ്തത്. എളുപ്പത്തിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പറയാറുണ്ട്, 100 രൂപ കൊണ്ട് 10 പേർക്ക് 10 രൂപ വെച്ച് കൊടുത്താൽ ആ 10 പേരുടെ ജീവിതത്തിൽ ഒരു ചായ കുടിക്കാനെങ്കിലും സാധിക്കുമെന്ന്. അപ്പോൾ ആ 100 രൂപ അമ്പലത്തിൽ കൊടുത്താൽ അവരെന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്ന് പറയുന്ന പല ആൾക്കാരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്ഷേത്ര സമുച്ചയം എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൻ്റെ മാതൃകയാണ്, ഒരു സുഹൃതത്തിൻ്റെ മാതൃകയാണ്, ഒരു സത്വം, അതായത് നമ്മുടെ ജീവിതത്തിൽ എനർജി വർദ്ധിപ്പിക്കാനുള്ള ഒരു മേഖലയും കൂടിയാണ് ക്ഷേത്രം. ഞാനൊരു ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായതുകൊണ്ട് മാത്രം പറയല്ല, വിവിധ ക്ഷേത്രങ്ങളിൽ സന്ദർശിച്ച് വിവിധ ആചാര്യന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹം കൊണ്ട് പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഭിക്ഷ യാചിച്ച ആള് തനിക്ക് കിട്ടിയ 10 രൂപ അദ്ദേഹം വിനിയോഗിക്കുന്നത് സിഗരറ്റ് വലിക്കാനോ ബീഡി വലിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരുപാട് സാമഗ്രികൾ, ലഹരിയുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ പണ്ടും ലഹരിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. പണ്ട് നമ്മൾ സ്വാമി ചിദാനന്ദപുരി സ്വാമികൾ പറയുന്ന പോലെ സൗന്ദര്യലഹരിയുണ്ട്. അങ്ങനെ ഒരുപാട് ഉപനിഷത്ത് ഗ്രന്ഥങ്ങൾ ലഹരിയായിട്ട് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ്. അപ്പോൾ ഈ പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ആ പൈസ ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ മദ്യപാനത്തിനോ അല്ലെങ്കിൽ തൻ്റെ ഉപഭോഗ സംസ്കാരത്തിൽ വരുന്ന സിഗരറ്റോ മറ്റു കഞ്ചാവോ പോലുള്ള പ്രോഡക്റ്റുകൾക്ക് വേണ്ടി അവർ ഉപയോഗിച്ചാൽ നമ്മൾ കൊടുക്കുന്ന ദാനത്തിൻ്റെ ശ്രേഷ്ഠത നമുക്ക് അവിടെ വിപരീത ഫലമുണ്ടാക്കും. നേരത്തെ പറഞ്ഞു, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന്. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ ചെന്ന് നോക്കിയാൽ അവിടെ ICU വിഭാഗത്തിലേക്ക് നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ പലവരും നമ്മളോട് പറയുന്നുണ്ട്, സ്വാമി ഞങ്ങൾ ഇത്രയും കാലം ഒരാളോട് തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, അല്ലേ, ഞാൻ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല, എന്നിട്ടും എനിക്ക് ഈ ആരോഗ്യസ്ഥിതി വന്നു, എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് തെറ്റുകൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ചെയ്താൽ പോലും ആ തെറ്റിൻ്റെ ഫലം നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അത് മാറ്റിയെടുക്കാനാണ് രാമമന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് പാപങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ള കാര്യത്തെ നമുക്ക് പറയുന്നു. അവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ശബ്ദവേദി എന്ന് പറയുന്ന നേമി എന്നറിയപ്പെടുന്ന ദശരഥൻ്റെ ജീവചരിത്രത്തെ നമുക്ക് കാണാൻ സാധിക്കണം, അല്ലേ. ദശരഥൻ ഏറ്റവും കൂടുതൽ ഈ രാജ്യസമ്പൂർണമായ രാജ്യത്തെ ഭരിച്ചിരുന്ന ഒരു രാജാവ്. ദേവേന്ദ്രന്മാർ പോലും യുദ്ധത്തിൽ ഏറ്റുമുട്ടാൻ മടിക്കുന്ന ദശരഥൻ, അത്രയും ശ്രേഷ്ഠനായ ഒരു കാര്യം. ഭഗവാൻ സഹായിച്ച കഴിഞ്ഞ ദിവസം രാമായണ സന്ദേശങ്ങളെ എടുത്തു വെച്ചപ്പോൾ ഒരു പുസ്തകം കൂടി എനിക്ക് കിട്ടി. സത്യസായി ബാബ അദ്ദേഹത്തിൻ്റെ ആ രാമ സന്ദേശത്തിൽ ഒരു കാര്യം പറയുന്നതായിട്ട് ഞാൻ ആചാര്യന്മാരോട് ഡിസ്കസ് ചെയ്തിട്ടില്ല, എങ്കിലും ഞാനിവിടെ അതൊന്ന് സാന്ദർഭികമായി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിലൂടെ എനിക്ക് കിട്ടിയ ഒരു സന്ദേശം, ദശരഥൻ്റെ അടുത്തേക്ക് രാവണൻ ഒരു ദൂതനെ അയച്ചു എന്നാണ്. യുദ്ധം ചെയ്യാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് യുദ്ധത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കുക എന്ന് പറഞ്ഞ് ഒരു ദൂതൻ വരികയും അവിടെ നിന്നും ആ ദൂതനെ അയക്കുന്നതിന് മുമ്പ് ദശരഥൻ പറയാണ്, നീ ചെന്ന് ശ്രീലങ്കയിൽ എത്തുമ്പോൾ അവിടുത്തെ എല്ലാ കവാടങ്ങളും ഞാനിതാ ബന്ധിച്ചു കഴിഞ്ഞു എൻ്റെ അസ്ത്രം കൊണ്ട് എന്ന് പറയുന്ന ദശരഥനെ നമുക്ക് കാണാം. അവസാനം രാവണൻ മാപ്പ് പറഞ്ഞ് ദൂതനെ പിൻവലിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി എന്നാണ്. അതിനുശേഷം രാവണൻ എങ്ങനെ ഈ അയോധ്യയെ ആക്രമിക്കാമെന്നൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷേ അതെല്ലാം മനസ്സിൽ നിന്നും ഈ ഒരൊറ്റ സന്ദർഭവശാൽ നമുക്ക് പറയുന്നതായ നമ്മൾ ആ പുസ്തകത്തിലൂടെ ഒരു വാചകം അത് പൂർണ്ണമാക്കി എടുത്തിട്ടില്ല, എങ്കിലും ഞാനത് വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ സന്ദർഭവശാൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ദശരഥൻ എന്ന് പറയുന്ന മഹാ വ്യക്തിത്വത്തെ ഒരു എളുപ്പത്തിൽ നമുക്ക്
വീഴ്ത്താൻ സാധിക്കുന്ന സന്ദർഭങ്ങളെ നമുക്ക് കാണിച്ചു തരാൻ സാധിക്കും. കാരണം ശബ്ദവേദി എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചപ്പോൾ അവിടെ ശ്രവണകുമാരനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആന വെള്ളം കുടിക്കുന്നതാണ് എന്ന് ഓർത്തുകൊണ്ട് ആനയെ അസ്ത്രമയച്ച് അവിടെ ഒരു മനുഷ്യ ശരീരത്തിൽ, ശ്രവണകുമാരൻ്റെ ശരീരത്തിലേക്ക് പതിക്കുന്ന അസ്ത്രം കൊണ്ട് തൻ്റെ ഏറ്റവും വലിയ ശാപം വാങ്ങി എന്ന് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? അവിടെയും നമുക്ക് ശ്രവണകുമാരനെ പകരമായിട്ട് വെള്ളം കൊണ്ടേ കൊടുക്കുന്നത്, ആ ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് വെള്ളം കൊണ്ടേ കൊടുക്കുന്നത് ദശരഥനാണ്. ആ വെള്ളത്തിൻ്റെ പാനീയത്തിൽ തൊടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ മുട്ടിയപ്പോൾ അതിൻ്റെ വിരലുകളിലുള്ള മോതിരങ്ങൾ തൊട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനല്ല എന്ന് ശ്രവണകുമാരൻ്റെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായപ്പോൾ അവിടെ നിന്നും ആരാണ് എന്താണെന്ന് ചോദിച്ച് അമ്പരന്നുകൊണ്ട് തൻ്റെ മകൻ്റെ ജീവിത അന്ത്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആര്? ശ്രവണകുമാരൻ്റെ അച്ഛനമ്മമാർ കണ്ണുപോലും കാണാതെ അവരെ രാജ്യം മുഴുക്കെ ദർശിപ്പിക്കാൻ വേണ്ടി തോളത്തെടുത്ത് വെച്ച് കൊട്ടകളിലാക്കി ഇരുത്തി ശ്രവണകുമാരൻ യാത്ര ചെയ്യുന്ന സമയത്ത് വെള്ളം ദാഹിച്ചപ്പോൾ കുളത്തിൽ നിന്നും അല്ലെങ്കിൽ പുഴയിൽ നിന്നോ അല്ലെങ്കിൽ തണ്ണീർ സ്ഥലങ്ങളിൽ നിന്നോ വെള്ളമെടുക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവിടെ വേട്ടയാടാൻ വന്ന ദശരഥൻ അദ്ദേഹത്തിൻ്റെ അസ്ത്രം കൊണ്ട് വധിക്കുകയുണ്ടായി. അവിടെ നിന്നും ചിതയ്ക്ക് അഗ്നി ഒരുക്കി ആ ശ്രവണകുമാരനെ യഥാവിധി ചടങ്ങുകൾ ചെയ്യുന്ന ആ നിമിഷത്തിൽ അച്ഛനും അമ്മയും ആ ചിതയ്ക്കെടുത്ത് ചാടി ശാപം കൊടുക്കുന്നു. ആ നിമിഷത്തിൽ നിനക്കും ഞങ്ങളെപ്പോലെ പുത്രദുഃഖത്താൽ വിഷമിതനാവട്ടെ, മരണം സംഭവിക്കട്ടെ. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു ശാപം കൊണ്ട് ഒരു ഗുണവുമുണ്ട്, ദോഷവുമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദശരഥൻ്റെ വൃത്താന്തത്തെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓരോ കഥാപാത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിശദീകരിച്ച് പറയുന്നത്. ആ ദശരഥൻ രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് പത്നിമാരായി കൗസല്യയും കൈകേയിയും സുമിത്രയെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. തൻ്റെ 3 പത്നിമാർ നമുക്ക് കാണാൻ സാധിക്കും. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണ്യൈ നമഃ എന്ന് ലളിതാ സഹസ്രനാമം പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ 3 പ്രതീകങ്ങളെയും നമുക്ക് ദശരഥൻ്റെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഇച്ഛാശക്തിയെയും ക്രിയാശക്തിയെയും ജ്ഞാനശക്തിയെയും പ്രദാനം ചെയ്യുന്ന 3 ആൾക്കാരായിട്ട് തരംതിരിക്കാം. ആചാര്യന്മാരുടെ ഭാഷണം അങ്ങനെയും നമുക്ക് കേട്ടതുകൊണ്ട് മനസ്സിലാക്കുകയാണ്. കാരണം 10 ദിക്കുകളിലേക്കും തേരോടിച്ച് യുദ്ധം ചെയ്യാൻ സാധിച്ച് എല്ലാ ആൾക്കാരെയും വധിക്കാൻ സാധിക്കുന്ന ദശരഥൻ കൗസല്യ രാജ്യത്തെ കൗസല്യയെ പ്രഥമ പത്നിയായിട്ടാണ് സ്വീകരിക്കുന്നത്. രാജപത്നിയായിട്ടാണ് കൗസല്യ ഉള്ളത്. കാമപത്നിയായിട്ടാണ് കൈകേയിയെ നമ്മൾ കാണുന്നത്. സുമിത്രാദേവിയെ നമുക്ക് ജ്ഞാനപത്നിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ രാമൻ്റെയും ശാന്തയുടെയും അമ്മയായ കൗസല്യ മാതാവിനെ നമുക്ക് കാണുന്നു. അതേപോലെ തന്നെ ഭരതൻ്റെ അമ്മയായ കൈകേയിയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ലക്ഷ്മണൻ്റെയും ശത്രുഘ്നൻ്റെയും അമ്മയായി ആരെ നമുക്ക് കാണാം? സുമിത്ര മാതാവിനെ കാണാം അല്ലേ? ഇവിടെയും വർഷങ്ങളോളം തപസ് ചെയ്ത് അദ്ദേഹത്തിന് സന്താനലബ്ധി ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞുകൊണ്ട് പുത്രകാമേഷ്ടി യാഗം നടത്താമെന്നുള്ള വാക്കുകളിലൂടെ ആ ഗുരു നമുക്ക് പകർന്നു തന്നത് അനുസരിച്ച് നമുക്ക് ചിന്തിക്കാം. ഇവിടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അയോധ്യയിൽ ഇക്ഷാഹു വംശത്തിൽ അജൻ്റെയും ഇന്ദുമതിയുടെയും പുത്രനായിട്ട് സർവജ്ഞാനിയും ദീർഘവീക്ഷണമുള്ളവനും മഹാതേജസ്വിയും നഗര ഗ്രാമവാസികൾക്ക് പ്രിയപ്പെട്ടവനുമായ ദശരഥനെ നമുക്ക് ഇവിടെ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പുത്രകാമേഷ്ടി യാഗത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇത്രയും ശ്രേഷ്ഠനായ വ്യക്തിക്ക് എന്തുകൊണ്ട് പുത്രകാമേഷ്ടി യാഗം നടത്തേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത്. അപ്പോൾ ദശരഥനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാം. ഈ അമൃതം രാമായണത്തിലേക്ക്
ഒരു സന്ദേശമായിട്ട് നിങ്ങളുടെ അഭ്യർത്ഥന കൂടി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.